പുരുഷന്മാർക്ക് പ്രത്യേകിച്ചും നിർബന്ധമാക്കി പറഞ്ഞിട്ടുള്ളതാണ് ജുമുഅ നിസ്കാരം. ആ ജുമുഅ ഒരു മനുഷ്യന് നഷ്ടപ്പെട്ടു പോയാൽ അവന് വരുന്ന നഷ്ടം പിന്നീട് പരിഹരിക്കാൻ ഒരു നിലക്കും കഴിയില്ല. ജുമുഅ ഖളാ വിട്ടാൻ കഴിയില്ല. ഒരിക്കലും ജീവിതത്തിൽ ആ ജുമുഅ നിസ്കരിക്കാൻ കഴിയില്ല. ആ ജുമുഅ നബി തങ്ങൾ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കുമ്പോൾ മാത്രമേ അത് ജുമുഅ നിസ്കാരമായി പരിഗണിക്കപ്പെടുകയുള്ളൂ. അവിടുന്ന് പറഞ്ഞത് അങ്ങനെയാണ്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ധരിച്ചുകൊണ്ട് പറയാണ്, വകാന യഖ്തുബു ബിൽ അറബിയ്യ, നബി തങ്ങൾ അറബി ഭാഷയിൽ മാത്രം ഖുതുബ ഓതിയിട്ടാണ് ജുമുഅ നിസ്കരിച്ചത്. അതുകൊണ്ട് നബി തങ്ങൾ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണം എന്ന് അവിടുന്ന് കൽപ്പിച്ച സ്ഥിതിക്ക് ആ നിലക്ക് അറബിയിൽ മാത്രം ഖുതുബ ഓതി ജുമുഅ നിസ്കരിച്ചാലേ ജുമുഅയാവുകയുള്ളൂ. അല്ലെങ്കിൽ അത് ജുമുഅയല്ല, നിസ്കാരം അതേ അസാധുവാണ്, നിസ്കാരം സഹീഹല്ല. കാരണം ഖുതുബ സഹീഹായിട്ടില്ല. വുളൂ സഹീഹാകാതെ ഒരാൾ കഞ്ഞിവെള്ളം കൊണ്ട് വുളൂ എടുത്ത് എന്നിട്ട് വുളൂ ചെയ്ത് എന്നിട്ട് അദ്ദേഹം നിസ്കരിച്ചാൽ നിസ്കാരം സഹീഹാവൂലല്ലോ. കാരണം വുളൂ എടുത്തത് തന്നെ സഹീഹായിട്ടില്ലല്ലോ. കഞ്ഞിവെള്ളം കൊണ്ട് വുളൂ എടുത്താൽ അത് ഹറാമാണല്ലോ. കാരണം വുളൂ എടുക്കുമ്പോൾ അതിന്റെ നിബന്ധനയാണ് മാഉൻ മുത്ലഖ്, പ്യൂർ വെള്ളമായിരിക്കണം എന്നത്. അതല്ലാത്ത ഒരു വെള്ളം കൊണ്ട് കഞ്ഞിവെള്ളം കൊണ്ട് വുളൂ എടുത്താൽ ആ വുളൂ ഹറാമാണ്. അതേപോലെ മറ്റൊരു ഭാഷയിൽ ഖുതുബ നിർവഹിക്കുമ്പോൾ അത് ഹറാമാണ്. പണ്ഡിതന്മാർ വ്യക്തമായി രേഖപ്പെടുത്തിയത് കാണാം. അന്ന തആതിയ ശൈഇ അലാ ഖിലാഫി മാ ഔജബഹു ശാരിഉ ഫഹു ഹറാം. ശറഅ് പഠിപ്പിച്ച അല്ലാഹുവും റസൂലും എങ്ങനെ ചെയ്യാനാണോ പഠിപ്പിച്ചത് ആ രൂപത്തിലല്ലാതെ ഒരു സംഗതി ചെയ്താൽ അത് ഹറാമാണ്. അതുകൊണ്ട് തന്നെ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിക്കുന്നത് ഹറാമാണ്. അത് ഖുതുബയാവില്ല, അതിനാൽ അത് ജുമുഅയാവില്ല എന്ന് നബി തങ്ങളുടെ ചര്യ എന്താണെന്ന് പഠിപ്പിക്കുന്ന ഇമാമിങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. അവർക്ക് തെളിവ് ഖുർആനും ഹദീസുമാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഒരു വിഭാഗം അവരുടെ വകയിൽ ഒരു യുക്തിവാദം കൊണ്ടുവന്നു. എന്താണ് അവരുടെ യുക്തിവാദം? ഖുതുബ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിർവഹിക്കണം എന്ന്. അതിന് ഖുർആനിൽ തെളിവുണ്ടോ? ഏതെങ്കിലും ഒരായത്ത് ഖുതുബ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, സദസ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിർവഹിക്കണം എന്ന് ഖുർആനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വല്ലാഹി വല്ലാഹി പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഖുതുബ നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇല്ല, സത്യമായും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ സദസ്യർക്ക് മനസ്സിലാകണം എന്ന ഒരു തത്വം എവിടുന്ന് കിട്ടി? അത് ഖുർആൻ പഠിപ്പിച്ചതല്ല, നബിതങ്ങൾ പഠിപ്പിച്ചതല്ല. നബിതങ്ങളെ ചര്യയിൽ എപ്പോഴെങ്കിലും നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ ഓതിയിട്ടുണ്ടോ? ഖുതുബ ഓതിയ ഭാഷയിലല്ലാതെ നിസ്കരിച്ചിട്ടുണ്ടോ? നിസ്കാരത്തിനൊരു ഭാഷ, ഖുതുബക്കൊരു ഭാഷ, അങ്ങനെ അവിടുത്തെ ചര്യയിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച നടന്നിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല. സഹാബത്തിന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല. 1300ഓളം കൊല്ലം ലോകത്ത് ഒരു മുസ്ലിം പണ്ഡിതനും ഒരു മുസ്ലിം പള്ളിയിലും അറബിയിലല്ലാതെ ഖുതുബ നിർവഹിച്ചിട്ടില്ല. നിങ്ങൾ ഓർക്കണം. പിന്നെ ഈ പുതിയ ആശയം എവിടുന്ന് കിട്ടി? അത് ഇസ്ലാമിലെ ആശയങ്ങൾ മാറ്റിമറിച്ച് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഒരുങ്ങിയ മുസ്ലിമീങ്ങളെ സ്വർഗത്തിലെത്തിക്കുന്നതിന് പകരം ഇസ്ലാമിനെതിരായ പ്രവർത്തനങ്ങൾ നടത്തി നരകത്തിൽ കൊണ്ടുപോകാൻ ഉള്ള ശ്രമവുമായി വന്ന ടീം അതിനുവേണ്ടി ഇവിടെ പ്രമേയം പാസാക്കുകയും അവർ അങ്ങനെ ഒരു പുതിയ ആചാരം നടപ്പിൽ വരുത്തുകയും ചെയ്തു. അതിലൂടെ ജനങ്ങളുടെ ജുമുഅ നഷ്ടപ്പെടുത്തി. നിങ്ങൾ ശരിക്കും ആലോചിച്ചു നോക്കൂ. അല്ലെങ്കിൽ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച നിസ്കാരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ നിർവഹിച്ചതോ അല്ലെങ്കിൽ സഹാബത്ത് നിർവഹിച്ചതോ ലോകത്തിന്റെ മുമ്പിൽ അവർ തെളിയിക്കണ്ടേ? ഇന്ന് വരെ തെളിഞ്ഞില്ല. ഇനി ഞാൻ നിങ്ങളോട് ഏതൊരാൾക്കും മനസ്സിലാകുന്ന ഒരു സിമ്പിൾ വിഷയം പറയട്ടെ. നമ്മളെല്ലാവരും മക്കയിൽ ഹജ്ജിന് പോകുന്നവരാണ്. സദസ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഖുതുബ നിർവഹിക്കലാണ് ആവശ്യമെങ്കിൽ മക്കയിൽ ഖുതുബ ഓതുന്ന ഖതീബ് ഏത് ഭാഷയിലാണ് ഖുതുബ നിർവഹിക്കുക? ഹജ്ജ് വേളയിലും റമളാനിലുമൊക്കെ അറബികളെക്കാൾ കൂടുതൽ ആ പള്ളിയിൽ സദസ്സിലുണ്ടാവുക അനറബികളാണ്. ഇന്തോനേഷ്യക്കാരും മലേഷ്യക്കാരും പാകിസ്ഥാനികളും ഇന്ത്യക്കാരും അങ്ങനെ തുടങ്ങിയ അറബികളെക്കാൾ എത്രയോ കൂടുതൽ ഭൂരിപക്ഷം അവിടെ ഉണ്ടാവുക അനറബികളാണ്. അതിന്റെ പേരിൽ മസ്ജിദുൽ ഹറാമിലെ ഖുതുബ അതേ സദസ്യരുടെ ഭൂരിപക്ഷം നോക്കി
നമുക്ക് മാറ്റാൻ നിർവാഹമുണ്ടോ എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഈ പ്രദേശത്തൊക്കെ മലയാള ഖുത്ബ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കൂ, നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നിങ്ങളെ ജുമഅ മാറ്റി നിസ്കരിക്കാറുണ്ടോ? നിങ്ങളെ ജുമഅ നിങ്ങൾ മാറ്റി നിസ്കരിക്കാറുണ്ടോ? കാരണം നിങ്ങൾക്ക് തിരിഞ്ഞാലല്ലേ ജുമഅ ശരിയാവുള്ളൂ. അങ്ങനെ നിങ്ങൾ തിരിയാത്തതിനാൽ അങ്ങനെ ചെയ്യാറുണ്ടോ? ഒരാൾ ഇംഗ്ലീഷിൽ ഒരു കല്യാണക്കത്ത് ഉണ്ടാക്കി. അദ്ദേഹം ഒരു പുത്തൻവാദിയാണ്, ഖുത്ബ മലയാളമാകണമെന്ന് പറയുന്ന ആളാണ്. ഇംഗ്ലീഷിൽ ഒരു കല്യാണക്കത്തുണ്ടാക്കി. അങ്ങനെ ഒരു പ്രായം ചെന്ന ഒരാൾക്ക് കല്യാണക്കത്ത് കൊടുത്തു. കല്യാണക്കത്ത് നോക്കുമ്പോൾ ഇംഗ്ലീഷിലാണ്. അദ്ദേഹം ചോദിച്ചു, അല്ല മോനെ, ഇതെന്താണ്? ഇത് എൻ്റെ കല്യാണത്തിന് ക്ഷണിക്കാനുള്ള കത്താണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അല്ല, ഖുത്ബ തന്നെ തിരിയണം എന്ന് പറയുന്ന നീ ക്ഷണിക്കപ്പെടുന്ന എനിക്ക് മനസ്സിലാണ്ടേ, ഇത് ക്ഷണിച്ചതാണ്, കല്യാണത്തിനാണെന്ന് മനസ്സിലാണ്ടേ, നീ ഇംഗ്ലീഷിലാ കത്ത് കൊണ്ടുവന്നു തരാം. അപ്പൊ ഇയാൾ പറഞ്ഞു, അത കത്ത് കാണുമ്പോൾ തന്നെ മൊത്തത്തിൽ ഇത് ക്ഷണിച്ചതാണെന്ന് ഡേറ്റ് എഴുതിയ കണ്ടാ മനസ്സിലാവൂലേ? അപ്പൊ ഇയാൾ ചോദിച്ചു, ഇതുപോലെ ഖുത്ബ പോകുന്ന സമയത്ത് ഇത്തഖുല്ലാ ഊസീക്കും ബിത്തഖ്വല്ലാ എന്ന് പറയുമ്പോ മൊത്തത്തിൽ അള്ളാഹു കൽപ്പിച്ച പോലെ നടക്കണം എന്നാ പറയുന്നത് എന്ന് ഏതൊരാൾക്കും മനസ്സിലാവൂലേ എന്ന് ഈ പ്രായം ചെന്ന മനുഷ്യൻ ചോദിച്ചു. സുഹൃത്തുക്കളെ, അതിലപ്പുറം ഓരോന്നും മനസ്സിലാകണം എന്ന് എവിടെയാണ് പറഞ്ഞത്? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? അപ്പൊ ഖുർആനിലും ഹദീസിലും പറഞ്ഞ നിയമങ്ങളെ ഒരു ഭാഗത്ത് മാറ്റിവെച്ച് പറയാത്ത ചില കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇസ്ലാമിൽ നടപ്പാക്കി മുസ്ലിമീങ്ങളുടെ കർമ്മങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും നശിപ്പിക്കുന്ന കക്ഷികൾ, അവർക്കാണ് മുബ്തദിഅ, ബിദ്അത്തുകാർ എന്ന് പറയുന്നത്, പുത്തനാശയക്കാർ എന്ന് പറയുന്നത്.